നമുക്ക് എല്ലാവർക്കും അറിയാം 8 മാർക്കിനും 6 മാർക്കിനും എന്തായാലും ചോദ്യം വരുന്ന ഒരു പാഠമാണ് കിരാതവൃത്തം. അപ്പൊ ഈ ഒരു കിരാതവൃത്തം നിങ്ങൾക്ക് അറിയാത്തവരുണ്ടായിരിക്കും, അറിയുന്നവരുണ്ടായിരിക്കും. അതിന്റെ ആശയവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. എന്താണ് കിരാതവൃത്തം? കിരാതന്റെ കഥ അല്ലെ, കാട്ടാളന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. ആരാ ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്? കടമ്മനിട്ട രാമകൃഷ്ണനാണ്. എന്താ ഇതിൽ പറയുന്നത്? ഇതൊരു പരിസ്ഥിതി കവിതയാണ് അല്ലെ. നമ്മള് മനുഷ്യർ, ആധുനിക മനുഷ്യർ പരിസ്ഥിതിയെ എന്താണ് അത്രയധികം ചൂഷണം ചെയ്ത സമയത്ത് അവർക്ക് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഈ കാടിന്റെ മക്കളായിട്ടുള്ള നമ്മളെ ആദിവാസി പോലുള്ള അത്തരം എന്താണ് കാടിന്റെ മക്കൾക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ആവാസ വ്യവസ്ഥയാണ്. അപ്പൊ അതിൽ മനംനൊന്ത് ഒരു കാട്ടാളന്റെ അലർച്ചയായിട്ട് അല്ലെങ്കിൽ കാട്ടാളന്റെ ഒരു രോദനമാണ് ഈ ഒരു കിരാതവൃത്തം എന്ന് പറയുന്ന കവിത. ഇനി ഇതിന്റെ ആശയം ഒന്ന് നോക്കാം. തന്റെ ആവാസ വ്യവസ്ഥയെ തകർക്കപ്പെട്ടവരോടുള്ള കാട്ടാളന്റെ പ്രതിഷേധത്തെ തീവ്രമായി അവതരിപ്പിച്ചിരിക്കുന്ന കവിതയാണ് കടമ്മനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം. ഇങ്ങനെ തന്നെ നിങ്ങളൊന്ന് ഇൻട്രൊഡക്ഷൻ എഴുതി വെക്കുക അല്ലെ. ഈ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എന്തായാലും എഴുതി വെക്കുക. നമുക്ക് ഇതിൽ നിന്ന് എന്താണ് 6 മാർക്കിന് 8 മാർക്കിന് ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ പഠിക്കാം. ഇനി കാടിന്റെ പ്രകൃതിയുടെ മകനാണ് കാട്ടാളൻ. അവന്റെ കോപവും പ്രതിഷേധവും ഗോത്ര സൗന്ദര്യ സങ്കല്പത്തോട് ചേർന്ന് നിൽക്കുന്ന ദൃശ്യബിംബങ്ങളിൽ കവി സന്നിവേശിപ്പിച്ചിരിക്കുന്നു. ദ്രാവിഡ തനിമയുള്ള ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പടയണി പോലുള്ള ദൃശ്യകലാരൂപങ്ങളിലെ വായ്ത്താരിയിൽ നിന്നും ജനിച്ച താളക്രമത്തിലേക്ക് കവിത സംക്രമിക്കുന്നു. അതായത് നമുക്ക് എന്താണ് ഇതില് താളം എന്ന് പറയുന്നത് പടയണിയിലൊക്കെ ഉള്ളത് പോലെ തന്നെ എന്താണ് ഒരു അത്രയ്ക്കും രോഷമായിട്ടുള്ള ഒരു ഭാവമൊക്കെ ഒരു കാട്ടാളന്റെ അലർച്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എന്താണ് മലയും കാടും കവിതയിലെ പ്രകൃതി ഇടങ്ങൾ ആവുകയും അവയുടെ നഷ്ടം കവിതയുടെ ഭാവപരിസരങ്ങൾ ആവുകയും ചെയ്യുന്നു. നോമ്പ് നോറ്റ് കിടക്കുന്ന ഈറ്റപ്പുലിയിലാണ് കവിത ആരംഭിക്കുന്നത്. വാത്സല്യത്തിന്റെയും സംരക്ഷണത്തിന്റെയും വന്യമായിട്ടുള്ള മാതൃബിംബമാണ് അത്. അപ്പോൾ എന്താണ് ഒരു ഈറ്റപ്പുലി അല്ലെ, ഒരു പുലിയിൽ നിന്നാണ് ഈ ഒരു കവിത ആരംഭിക്കുന്നത്. ആ ഒരു പുലിയിൽ എന്താണ് വാത്സല്യവും ഉണ്ട്, അതുപോലെ തന്നെ സംരക്ഷണവും ഉണ്ട്. തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ആ ഒരു സംരക്ഷണ ബോധവും അതിലുണ്ട്. കുഞ്ഞിന്റെ സംരക്ഷണ ബോധ്യതയുള്ള അമ്മയുടെ രൗദ്രഭാവമാണ് പുലിയുടേത്. അതായത് ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്ന അല്ലെ ആ ഒരു രൗദ്രഭാവം, ഇവിടെ എന്താണ് പ്രകൃതി തന്നെയാണ് ഇവിടെ പുലിയായിട്ട് മാറുന്നത്. ആ പ്രകൃതി സംരക്ഷിക്കുന്ന കുഞ്ഞുങ്ങളാണ് നമ്മൾ എല്ലാവരും. അപ്പോൾ ആ ഒരു നശിക്കപ്പെട്ട ആവാസ വ്യവസ്ഥയിൽ നെഞ്ച് നീറി നിൽക്കുന്ന കാട്ടാളന്റെ ഉള്ളിലെ അടങ്ങാത്ത പകയെ കണ്ണിലെ ഈറ്റപ്പുലിയായിട്ടും വളഞ്ഞപുരികത്തിലെ കരിമൂർഖനായിട്ടും കവി സങ്കല്പിക്കുന്നു. അപ്പോൾ തൻ്റെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈറ്റപ്പുലിക്ക് എന്ത് രോഷമാണ് ഉണ്ടാവുക? അതേപോലെ തന്നെയാണ് ഇവിടെ പ്രകൃതി നഷ്ടപ്പെട്ടപ്പോൾ അല്ലെ, തൻ്റെ അമ്മയാണ് പ്രകൃതി, ആ അമ്മയെ നഷ്ടപ്പെട്ട സമയത്ത് അല്ലെ ഇവിടെ എന്താണ് കാട്ടാളനെയാണ് പുലിയോട് സങ്കല്പിച്ചിരിക്കുന്നത്. ആ കാട്ടാളന് ഉണ്ടാകുന്ന രോഷം എന്താണ്? പുലിയുടേതാണ് അല്ലെ. ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ഒരു അമ്മയുടെ അതേപോലെ തന്നെയാണ് കാട്ടാളനെ സംരക്ഷിച്ചിരുന്ന തൻ്റെ അമ്മ നഷ്ടപ്പെട്ടപ്പോൾ കാട്ടാളൻ ഉണ്ടാകുന്ന രോഷവും. സർപ്പരോഷത്തോടെ പ്രതികാര ദംശനത്തിന് വെമ്പുന്നവനാണ് നെഞ്ചത്ത് പ്രതികാരത്തിന്റെ പന്തവും കുത്തി നിൽക്കുന്ന കാട്ടാളൻ ഇവിടെ നെഞ്ചത്ത് പന്തം കുത്തി നിൽക്കുക എന്ന് വെച്ചാൽ കാട്ടാളന്റെ രോക്ഷത്തെ തന്നെയാണ്. കാരണം തൻ്റെ അമ്മയായിട്ടുള്ള പ്രകൃതിയാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിലുള്ള അടങ്ങാത്ത ആ ഒരു വിദ്വേഷം തന്നെയാണ് ആ പന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം ഒരു സർപ്പം എന്നൊക്കെ പറയുന്നത് എന്താണ് നമുക്കറിയാം. അതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് എന്താകും? തിരിച്ച് പ്രതികാരം ചെയ്തേ അടങ്ങൂ. അതുപോലെ തന്നെയാണ് തൻ്റെ അമ്മയെ നശിപ്പിച്ചവരോട് താൻ പ്രതികരിക്കും അല്ലെ, അവരോട് പ്രതികാരം ചെയ്യും എന്നുള്ള ഒരു സർപ്പരോഷത്തോടു കൂടെയാണ് കാട്ടാളനെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പടയണിക്കോലമായിട്ടുള്ള ഭൈരവിയുടെ എന്താണ് ആത്മാംശമാണ്. കാരണം എല്ലാത്തിനെയും ആ ഒരു എന്താ പറയുന്നത് നമ്മൾ ഇങ്ങനെ അലറി വിളിക്കില്ലേ, അതേപോലെ എന്താണ് നമ്മുടെ പടയണിയിലെ ഭൈരവിയുടെ അതേ ഒരു ആത്മാംശമാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? കാട്ടാളന് കൊടുത്തിരിക്കുന്നത്. തനിനാടൻ പ്രയോഗങ്ങളുടെ വീറുള്ള നടന മുദ്രകളോടെയാണ് കാട്ടാളൻ പ്രവേശിക്കുന്നത്. പ്രകൃതിയിൽ മനുഷ്യജീവിതം ആരോപിച്ചുകൊണ്ട് കവിത പിന്നീട് ചടുല താളങ്ങളിലേക്ക് സംക്രമിക്കുന്നു. ജഡമായി പോകുന്ന മലയും ആകാശവും കണ്ട് കാട്ടാളൻ നടുങ്ങുന്നു. തൻ്റെ അമ്മ എന്താണ് ഇപ്പോൾ ജഡമായി ആ മലയൊക്കെ എന്താണ് ഇടിച്ചില്ലാതെയാക്കി. അതുപോലെ തന്നെ കാട്ടിലെ എല്ലാ മരങ്ങളും വെട്ടി നശിപ്പിച്ചു. അങ്ങനെ ജഡമായി പോകുന്ന ആകാശവും അതുപോലെ തന്നെ എന്താണ് മലിനീകരണം കൊണ്ട് ആകാശവും നശിച്ചു. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് പ്രകൃതി ഇല്ലാതാകുന്നത് കണ്ടിട്ട് നടുങ്ങുകയാണ്
തന്നെയാണ് ആര്? നമ്മുടെ കാട്ടാളൻ. ഭൂമിയുടെ മുലകളാണ് മലകൾ എന്നാ പറയുന്നത്. ഇവിടെ ഭൂമിയെയാണ് എന്ത് അല്ലെ ഒരു സ്ത്രീ ആയിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. ആ ഭൂമിയുടെ മുലകളായിട്ടാണ് മലകളെ സങ്കല്പിച്ചിരിക്കുന്നത്. ആ മലകൾ എന്താണ്? തകർത്തു. അപ്പോൾ ഇവിടെ ഭൂമി നശിച്ചു എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം വംശപരമ്പരയുടെ വേരായിട്ടുള്ള അവ പാതി മുറിഞ്ഞു പോയിരിക്കുന്നു. മുലമുറിഞ്ഞ വേദനയിലുള്ള പ്രകൃതിയുടെ കനൽവിളി ചാട്ടുളിയായി കാട്ടാളന്റെ നെഞ്ചിൽ തറയ്ക്കുന്നു. ലോകമാസകലം ഉലയ്ക്കുന്ന ഒരു അലർച്ചയായി കാട്ടാളൻ മാറുന്നത് ഇവിടെയാണ്. കടലിനുമീതെ അലറുകയും കടലിന്റെ വേര് പറിച്ചെടുക്കാൻ കുതറുകയും ചെയ്യുന്നു. നഷ്ടപ്പെട്ട ജൈവ സന്തുലിതത്വം സംഹാരാത്മകമായി തിരിച്ചു പിടിക്കുന്ന കാട്ടാളനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നശിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രകൃതിയെ വീണ്ടും എന്താണ് തിരിച്ചു പിടിക്കുന്ന ഒരു കാട്ടാളനെയാണ് നമ്മൾ ഈ ഒരു കവിതയുടെ അവസാന ഭാഗത്തിലേക്ക് എത്തുന്ന സമയത്ത് കാണുന്നത്. ആദിദ്രാവിഡ സംസ്കാരക സൂചകമായിട്ടുള്ള എന്ത്? കന്മഴുകൊണ്ട് വേട്ടക്കാരുടെ കൈകൾ വെട്ടാനും മല കയ്യേറി മാനഭംഗപ്പെടുത്തിയവരെ സംഹരിക്കാനുമുള്ള ആഹ്വാനത്തിലേക്ക് കവിത എത്തിച്ചേരുന്നു. അതായത് പ്രകൃതിയാണ് ഇവിടെ, പ്രകൃതിയെ ഒരു സ്ത്രീ ആയിട്ട് അല്ലെങ്കിൽ അമ്മയായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ്. ആ പ്രകൃതിയുടെ മുലകൾ മുറിച്ചെങ്കിൽ അത് സ്ത്രീയെ എന്താണ്? മാനഭംഗപ്പെടുത്തിയതാണ്. അപ്പൊ അത്തരത്തിലുള്ള ആധുനിക സമൂഹത്തെ അല്ലെങ്കിൽ പ്രകൃതിയെ നശിപ്പിക്കുന്ന ആ മനോഭാവമുള്ള ആധുനികരെ എന്താണ് നമ്മൾ ഇല്ലാതാക്കണം. കാരണം നമ്മുടെ അമ്മ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരാണുള്ളത്? നമ്മൾ എവിടെയാണ് ജീവിക്കുക? അപ്പൊ നമ്മൾ ഇല്ലാതാക്കേണ്ടത് ഇത്തരം ചിന്താഗതിക്കാരെയാണ് എന്നുള്ള ഒരു ആഹ്വാനത്തിലാണ് കവിത അവസാനിക്കുന്നത്. കാട്ടാള ദുഃഖം രോഷമാവുകയും മനുഷ്യവംശത്തിലേക്ക് പടരുകയും ചെയ്യുന്നു. അല്ലെ, കുലം മുടിച്ചവരുടെ കടൽ മാലകൾ കൊണ്ട് നിറമാല ഒരുക്കുന്നു. അങ്ങനെ കുലം മുടിച്ചവർ ആരാണ്? ഇവിടെ ആധുനിക മനുഷ്യരാണ്. അല്ലെ, നമ്മുടെ പ്രകൃതിയുടെ ആ ഒരു എന്താണ് പ്രകൃതിയെയും ഇവരുടെ ആദിവാസി പോലുള്ള ഇവരുടെയൊക്കെ എന്താണ് ആവാസ വ്യവസ്ഥ നശിപ്പിച്ചതൊക്കെ നമ്മളാണ്. അപ്പോൾ ഇവരെ എന്താണ് ഇല്ലാതാക്കണം. അല്ലെ, അങ്ങനെ എന്താണ് മാത്താടി മങ്ങിയ ശക്തികൾക്ക് നേരെ കാട്ടാളൻ തൻ്റെ പ്രാണഞരമ്പുകൾ ഞാണാക്കി മാറ്റി ഇടിമിന്നൽ കൊടി ഒടിച്ച് അമ്പുകളാക്കി വില്ല് അയക്കുന്നു. അതായത് തൻ്റെ ഞരമ്പിനെ, തൻ്റെ ശരീരത്തിൽ ഓടുന്ന ഞരമ്പിനെ എന്താണ് ഒരു വില്ലാക്കിയിട്ടും അതുപോലെ തന്നെ എന്താണ് ഇടിമിന്നലിനെ അതിലെ അമ്പാക്കിയിട്ടും തൊടുത്തു വിടുന്നു എന്നാ. കാരണം ആ രോഷം തന്നെയാണ് ഇവിടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കവിതയുടെ അന്ത്യത്തിൽ ഈറനണിഞ്ഞ ഈറ്റപ്പുലിയുടെ കണ്ണുകൾ അതിതീക്ഷ്ണമാകുന്നു. ഇത് കണ്ടിട്ട് സങ്കടപ്പെട്ട അല്ലെ ഈറ്റപ്പുലി കരയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ അമ്മയെ അതിന് നഷ്ടപ്പെട്ടു, ഇനി ഞാൻ എന്താണ് അല്ലെ നിസ്സഹായനാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു സങ്കടമായിരിക്കാം. രൗദ്രം പ്രകടമാകുന്നു. നട്ടെല്ല് നിവർത്തി എഴുന്നേറ്റ് നിന്ന് കാട്ടാളൻ കർമ്മോത്സുകനാകുന്നു. അതായത് എന്താണ് ഈ ദുഃഖം ഇതൊക്കെ കണ്ടിട്ട് സങ്കടപ്പെട്ടിരുന്ന നമ്മുടെ കാട്ടാളൻ എന്താണ് രോക്ഷത്തോടെ എണീറ്റ് നിന്നുകൊണ്ട് അല്ലെ ഇനി എന്താണ് ഇതിനെതിരെ ഞാൻ എന്താണ് ചെറുത്ത് നിൽക്കും, പ്രതികരിക്കും എന്നുള്ളൊരു എന്താണ് ദാഹത്തോടെയാണ് കാട്ടാളൻ നിൽക്കുന്നത്. ചരിത്രത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും സ്വാംശീകരിച്ച ഊർജം ഉൾക്കൊണ്ട് എവിടേക്കാണ്? മഴയിലേക്കും വേരുകളിലേക്കും സൂര്യകിരണത്തിലേക്കും കാട്ടാളൻ തിരിച്ചെത്തുന്നു. അങ്ങനെ തൻ്റെ പ്രകൃതിയിലേക്ക് വീണ്ടും എന്താണ് കാട്ടാളൻ മടങ്ങിയെത്തുകയാണ്. ഇതിനെതിരെ ഞങ്ങൾ പോരാടും എന്നുള്ള രീതിക്കാണ് കാട്ടാളൻ വരുന്നത്. ഊർവരതയും വസന്തകാലവും തെളിയുന്നു. അങ്ങനെ കാട്ടാളൻ എന്താണ് ഇതിനെതിരെ ചെറുത്ത് നിൽക്കുന്ന സമയത്ത് പ്രകൃതി വീണ്ടും എന്താണ് പൂവണിയുന്നു. അങ്ങനെ ബാഹ്യശക്തികളുടെ ആക്രമണ ഭീഷണിക്ക് മുൻപിൽ കാലിടറാതെ സ്വന്തം സമൂഹത്തിന്റെ രക്ഷയ്ക്കായിട്ട്, അതായത് നമുക്കറിയാം ഈ കാടിന്റെ മക്കൾ അല്ലെ, നമ്മളിപ്പോൾ പറയുന്ന ഇത്തരത്തിൽ കാട്ടിൽ ജീവിക്കുന്ന ആദിവാസി പോലുള്ള അവരുടെ സംരക്ഷണത്തിനായിട്ട് കാട്ടാളൻ മുന്നിട്ടിറങ്ങുകയാണ്. അങ്ങനെ മുന്നിട്ടിറങ്ങുന്ന സമയത്ത് എന്താണ് വീണ്ടും കാട് പഴയതുപോലെയാകുന്നു എന്നാ പറയുന്നത്. സർവശക്തിയും ഉപയോഗിച്ച് നേരിടാൻ തയ്യാറാകുന്ന ഗോത്ര തലവനായിട്ട് ഇവിടെ കാട്ടാളൻ മാറുന്നു. ആ ഗോത്രത്തെ മൊത്തം സംരക്ഷിക്കാൻ തന്നെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ടിറങ്ങുമ്പോൾ അദ്ദേഹം എന്താണ് ആ ഗോത്രങ്ങളുടെയൊക്കെ തലവനായിട്ട് മാറുകയാണ്. അപ്പോൾ എന്താണ് പ്രതികരിക്കാത്തത് കൊണ്ടാണ് മനുഷ്യൻ കാട്ടിൽ കയറി കയ്യേറുന്നത്. അപ്പോൾ അവർ പ്രതികരിച്ചു തുടങ്ങിയാൽ കാടിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് അവരെ തങ്ങളുടെ എന്താ പറയുന്നത് കടമ ബോധ്യപ്പെടുത്തുകയും ഇവിടെ എന്താണ് മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കുന്നതിലുള്ള വേദനയും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത്. ഇതാണ് കിരാതവൃത്തം അല്ലെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ നിന്ന് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. പ്രകൃതി നശീകരണമാണ് പാഠത്തിന്റെ മുഖ്യ വിഷയം. കാട്ടാളന്റെ രോഷവും അതുപോലെ തന്നെ കാട്ടാളൻ ഇതിനെതിരെ ചെറുത്ത് നിൽക്കാൻ തുനിയുന്നതുമാണ് നമ്മുടെ കവിത. ഇനി ഇതിൽ നിന്ന് വരുന്ന ചോദ്യം നോക്കാം. മുലപാതി മുറിഞ്ഞവൾ എന്താണ് ആറ്റിൻ കരയിൽ
കരയിൽ കനലായി വിളിപ്പൂ. അങ്ങനെ എന്താണ് വരിയുടെ അർത്ഥം? എന്താ? പരിസ്ഥിതി വിനാശത്തെ കുറിച്ച് ഈ വരികളിലെ സൂചന. എന്തായാലും പരിസ്ഥിതി നാശത്തെ കുറിച്ചായിരിക്കും നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് ചോദ്യം വരിക. അപ്പൊ നിങ്ങളിപ്പോ ഏത് വരി അറിയാത്തൊരു വരി തന്നാലും നിങ്ങൾ പറയണം പരിസ്ഥിതി നാശത്തെ കുറിച്ചും കാട്ടാളന്റെ രോക്ഷവുമാണ് നമുക്കിവിടെ എന്താണ് പ്രകടമാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതിക്കൊള്ളണം. മലയാളത്തിലെ എണ്ണപ്പെട്ട പരിസ്ഥിതി കവിതകളിൽ ഒന്നാണ് കടമ്മനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം. ഇൻട്രൊഡക്ഷൻ വേണ്ടവർക്ക് ഇങ്ങനെ തന്നെ എഴുതാം. ഇപ്പൊ നമുക്ക് 4 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ ഒരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് എഴുതണം. പ്രകൃതിയിൽ മനുഷ്യജീവിതം ആരോപിച്ചുകൊണ്ട് കാട്ടാളന്റെ നഷ്ടത്തെ മനുഷ്യവംശത്തിന്റെ ഗോത്ര സംസ്കൃതിയുടെ നഷ്ടമായി കവി പരിവർത്തിപ്പിക്കുന്നു. ഭൂമിയുടെ മുലകളായ മലകൾ വംശപരമ്പരയുടെ വേരുകളാണ്. മുലകൾ പാതി മുറിച്ച് മാറ്റപ്പെട്ടിരിക്കുന്നു. കയ്യേറ്റം ചെയ്യപ്പെട്ട പെണ്ണിനെ പോലെ തച്ചു തകർക്കപ്പെട്ട മലകളിൽ നിന്ന് ഇനി പുഴകൾ പിറക്കില്ല. ആ മഴകൾ നമുക്കറിയാലോ, മലകളിലൂടെയാണ് പുഴ ഒഴുകി വരുന്നത്. ആദ്യം മലകളിലാണ് മഴ പെയ്യാന്നാണ് അല്ലെ നമുക്കൊക്കെ അറിയാം. അപ്പോൾ അത് മലകളിലൂടെ ചെറിയ ചെറിയ എന്താണ് അല്ലെ ചാലുകളായിട്ട് വന്ന് പിന്നെ പുഴയായി പിന്നെ കടലായിട്ട് ഒഴുകുകയാണ്. അപ്പോൾ ഇനി മലകളില്ലെങ്കിൽ എന്താണ് നമുക്ക് മഴ പെയ്യില്ല. അപ്പോൾ ഇനി എന്താണ് അത്തരത്തിലുള്ള നീരുറവകൾ ഉണ്ടാകില്ല. മുലപാതി മുറിഞ്ഞ പ്രകൃതിയുടെ കനൽ വിളി കാട്ടാളന്റെ നെഞ്ചിൽ തറയ്ക്കുമ്പോൾ അവൻ പ്രതികാരദാഹിയാകുന്നു. മലയും മരവും പുഴയും സ്വാർത്ഥ ലാഭത്തിനായി നശിപ്പിക്കുന്ന മനുഷ്യന്റെ പ്രവൃത്തി കാരണം നീറി വിളിക്കുന്ന പ്രകൃതിയുടെ കരച്ചിൽ അപമാനിതയായ സഹോദരിയുടെ നിലവിളിയായിട്ടാണ് കാട്ടാളന്റെ നെഞ്ച് തകർക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ പ്രകൃതിയുടെ ആ ഒരു നിലവിളി അല്ലെ തന്റെ സഹോദരിക്ക് പറ്റിയിട്ടുള്ള മാനഭംഗം പോലെ, തന്റെ സഹോദരിയെ ആരെങ്കിലും മാനഭംഗം പെടുത്തിയാൽ എങ്ങനെയാണോ സങ്കടം ഉണ്ടാവുക, അതേപോലെയാണ് എന്താണ് കാട്ടാളന് തന്റെ അമ്മയെയോ സഹോദരിയെയോ ഒക്കെ എന്താണ് നശിപ്പിച്ചപ്പോഴുണ്ടാകുന്ന ഒരു വേദന തന്നെയാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ എഴുതണം. മുലപാതി മുറിഞ്ഞവൾ ആറ്റിൻ കരയിൽ കനലായി വിളിപ്പൂ. ഇവിടെ എന്താണ് ഒരു അമ്മയെ പോലെയോ സഹോദരിയെ പോലെയോ മാനഭംഗപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു അമ്മയെ പോലെയോ സഹോദരിയെ പോലെയോ ആയിട്ടാണ് പ്രകൃതിയെ ഇവിടെ ആർക്ക് കാട്ടാളന് അനുഭവപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കി. എവിടെ പോയെന്റെ കിടാങ്ങൾ, ആമ്പൽ പൂമൊട്ടുകൾ എവിടെ? പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ വർത്തമാനകാല ജീവിത യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതാണോ ഈ വരികൾ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? തകർക്കപ്പെട്ട ആവാസ വ്യവസ്ഥയുടെ നഷ്ടത്തിൽ തകർന്നു നിൽക്കുന്ന ഗോത്ര ജനതയുടെ കോപവും ദൈന്യവുമാണ് കടമ്മനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം എന്ന കവിത പങ്കുവെക്കുന്നത്. കവിതയിലെ കാട്ടാളൻ ആദിമ ഗോത്ര ജനതയുടെ പ്രതിനിധിയാണ്. അവൻ തന്റെ ഭൂതകാല നിലവുകളിലൂടെ ആത്മസംഘർഷത്തോടെ സഞ്ചരിക്കുമ്പോൾ പങ്കുവെക്കുന്ന നഷ്ടങ്ങളും ആശങ്കകളുമാണ് ഈ വരികൾ. നഷ്ടപ്പെട്ടു പോയ നല്ല നാളെയും തേൻകൂടുകൾ തേടിപ്പോയ കൺവെട്ടത്ത് നിന്ന് മറഞ്ഞ ആൺകുഞ്ഞുങ്ങളെയും പൂക്കൂട നിറയ്ക്കാൻ പോയി കാണാതായ പെൺകുട്ടികളെയും ആകുലതയോടെ ഓർക്കുന്നു. ഇതൊക്കെ പറയുന്നത് എന്താണ്? അതായത് ഈ ആദിവാസി ഗോത്രങ്ങളുടെ ജനത, ഈ ജനതയിലെ കുഞ്ഞുങ്ങളെ കാണാതാവുന്നുണ്ട്, സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു ജനതയ്ക്ക് എന്താണ് സമൂഹത്തിൽ യാതൊരു വിലയുമില്ല. അവരെ എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്താണ് ചോദിക്കാനും പറയാനും പ്രതികരിക്കാനും ആരുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇത്തരത്തിൽ അവരുടെ കുഞ്ഞുങ്ങളെ കാണാതാകുന്നുണ്ട്, സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, അല്ലെ പെൺകുട്ടികളെ കാണാതാകുന്നുണ്ട്. ഇങ്ങനെ പല പ്രശ്നങ്ങളും നേരിടുന്ന ഒരു ജീവിതമാണ് ആരുടേത്? ആദിവാസികളുടേത്. അതാണ് ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ വർത്തമാന ജീവിതകാല യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെടുക എന്ന് വെച്ചാൽ അരികവൽക്കരിക്കപ്പെടുക, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുക. അവരുടെ ജീവിതത്തിന് ഒരു വില ഉണ്ടെന്ന് പോലും നമ്മൾ ആരും ചിന്തിക്കാറില്ല. അവരുടെ ആവശ്യങ്ങളോ അവരുടെ അവകാശങ്ങളോ ഒന്നും എന്താണ് മാനിക്കപ്പെടാറില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ എന്തും ചെയ്യാം എന്നൊരു രീതി എന്താണ് സമൂഹത്തിലുണ്ട്. അപ്പൊ അത് നമുക്ക് എന്താണ് ഇവിടെ പ്രകടമാകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതണം അല്ലെ. അതുപോലെ തന്നെ എന്താണ് കാണാതായ പെൺകുട്ടിയെയും ആകുലതയോടെ ഓർക്കുന്നു. അമ്മിഞ്ഞ ചുണ്ടിലൊട്ടി ആമ്പൽ പൂമൊട്ടു പോലുള്ള കുരുന്നുകൾ കാട്ടാളന് നഷ്ടമായി. പാൽമണം മാറും മുൻപേ കശാപ്പ് ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങളുടെ വാർത്തകൾ കേരളത്തിൽ പതിവായിരിക്കുന്നു. പലപ്പോഴും ദുർബലരായിട്ടുള്ള പാർശ്വവൽകൃത ജനതയാണ് ഇതിനൊക്കെ ഇരയാകുന്നത്. അവരുടെ ഇളം തളിരെല്ലുകൾ, അതായത് ഈ ഗോത്രവിഭാഗത്തിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ എന്താണ് കരിയുന്ന മണമോ നാടിയെല്ലുകളിൽ നിറയുന്നതെന്ന് കാട്ടാളൻ സംശയിക്കുന്നു. എൻ്റെ നാടിയെല്ലുകളിൽ നിറയുന്നത് അല്ലെ, എൻ്റെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാതാകുന്നുണ്ടല്ലോ, എൻ്റെ സമൂഹത്തെ ചൂഷണം ചെയ്യുന്നത് തന്നെ ആ ചൂഷണത്തിന്റെ വേദനയല്ലേ എൻ്റെ നാഡീ നരമ്പുകളിൽ ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് ഈ കാട്ടാളൻ ചിന്തിക്കുന്നത്. ഇതോടെ പ്രകൃതി നശീകരണം മാത്രമല്ല, ഇത്തരത്തിലുള്ള ജനതയെ ചൂഷണം ചെയ്യുന്നതിനെ കുറിച്ചും എന്താണ് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ആദിവാസി ഗോത്ര ജനതയുടെ ശൈശവവും ബാല്യവും ഇത്രയേറെ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം മുൻപുണ്ടായിട്ടില്ല. കാരണം ഇവരെയൊന്നും ഇങ്ങനെ ഇന്നത്തെ സമൂഹം ചൂഷണം ചെയ്യുന്നത് പോലെ പണ്ടൊന്നും ഇത്തരത്തിലൊന്നും ആരും അങ്ങനെ ചൂഷണം ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഇന്ന് വളരെയധികം ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതണം. സാമൂഹികമായും സാമ്പത്തികമായും ലൈംഗികമായും ആ ജനത
നാട്ടാളന്റെ ചൂഷണം. നാട്ടാളനും കാട്ടാളനുമാണ്. നാട്ടാളൻ എന്ന് പറയുന്നത് നമ്മളാണ്. ഇന്നത്തെ ഈ ഒരു എന്താ പറയുന്നത് യന്ത്രവൽകൃത ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ എന്ത് ചെയ്യുന്നു? അവരുടെ സമൂഹത്തിലേക്ക് കയറി ചെന്ന് അവരെ ചൂഷണം ചെയ്യുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ വർത്തമാനകാല ജീവിത യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് ഈ വരികളിൽ ആവിഷ്കരിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതണം. അപ്പൊ മെയിനായിട്ട് ചോദ്യം വരിക ഒന്ന് പ്രകൃതി നശീകരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ എന്താണ് ഇത്തരത്തിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട സമൂഹത്തിന്റെ വേദനയുമാണോ ഇവിടെ പറയുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കണം? ഇങ്ങനെയായിരിക്കണം ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ അതിന്റെ ആശയവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഈ 2 ചോദ്യങ്ങൾ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. എസ്സേ ചോദിച്ചാലൊക്കെ നിങ്ങൾ ഇത് എഴുതിക്കൊള്ളണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.